ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, ഒരഭിപ്രായം ഞാൻ പൊതുജനങ്ങളോടാണ് ചോദിക്കുന്നത്. എനിക്ക് കമൻറ്റുകൾ എഴുതി ഒന്ന് അറിയിച്ച് തരണം. അതായത് ഞാൻ നാട്ടിൽ തിരിച്ച് വരികയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ മുഴുവൻ ഒന്ന് ചുറ്റി നടന്ന് കാണണം. ഓരോ സ്ഥലങ്ങളിൽ പോകണം, പള്ളികളിലും അമ്പലങ്ങളിലും ജാതി ഭേദമന്യേ എല്ലാവിടെയും പോകണം, തൊഴണം. അങ്ങനെയുള്ള ആഗ്രഹമാണ്. പാവപ്പെട്ടവരിനെ കാണണം, എല്ലാവരുടെയും വിഷമങ്ങൾ കേൾക്കണം, അറിയണം. നമ്മൾ ജനിച്ചു ജീവിച്ചു എന്നുള്ളതിലൊരർത്ഥമില്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർ വിചാരിക്കും ആരെങ്കിലും എനിക്കെന്താ തലയ്ക്ക് സുഖമില്ലേന്ന്. അല്ല, അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് നടക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എനിക്ക് അഭിപ്രായം ഒന്ന് എൻ്റെ സഹോദരങ്ങളും എല്ലാവരും, എൻ്റെ സബ്സ്ക്രൈബറുകൾ, എനിക്കറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നടക്കുക പറഞ്ഞാൽ വെറുതെ നടക്കാൻ പറ്റില്ലല്ലോ. അതിനുള്ള രേഖകൾ ഉണ്ടാക്കണം, അതിന് എവിടെയൊക്കെ പോകണം, എത്ര ദൂരമുണ്ട്, ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഒരു ദിവസം നടന്നാൽ ഇന്നവിടെ എത്തും എന്നുള്ളതൊക്കെ നമ്മുടെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് നടന്നുകൂടാ? നമ്മൾക്ക് നടക്കാൻ പറ്റും. മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾക്ക് നടക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സുകൊണ്ട് വിചാരിച്ചാൽ എല്ലാം നേടാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് എല്ലാവരും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. നമ്മുടെ കേരളം തൊട്ട് ഇന്ത്യ വരയ്ക്കും, കൈലാസം വരയ്ക്കും പോകണം, നടന്ന് കാണണം. അതുപോലെ തന്നെ കുവൈറ്റിൽ നിന്ന് എനിക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് പോകാൻ പറ്റുമോ, അതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. കാരണം വിദ്യാഭ്യാസപരമായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല. അതിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ ചില ചുറ്റുപാടുകളുമുണ്ട്. എനിക്ക് വീട്ടിലെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കുവൈറ്റിൽ ഈ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി ഇതുപോലെ നമ്മുടെ നാട്ടിൽ കുറേ പാവപ്പെട്ടവരിൻ്റെയും അമ്മമാരിൻ്റെയും അച്ഛന്മാരിൻ്റെയും വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം അറിയണം. പാവപ്പെട്ടവർക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറേ ചെയ്യണം, സാമ്പത്തികമായി ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. എനിക്ക് എന്തെങ്കിലും കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് ഞാൻ പാവപ്പെട്ടവർക്ക്, സുഖമില്ലാത്തവർക്ക് കൊടുക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുറേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നടന്ന് കാണണം. നമ്മുടെ ഇന്ത്യ എന്താണ്, ഇല്ലെങ്കിൽ നമ്മുടെ ലോകം എന്താണ്? നമ്മൾ ജനിച്ച് മരിക്കുന്നു, അത് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞു. പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾക്ക് നടത്താൻ പറ്റില്ല. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ജാതിഭേദത്തിനെ ഒന്നും ഒരേപോലെ കണ്ടിട്ട് ഈ ഇന്ത്യയിലെ എല്ലാ ജാതി മതത്തിനെയും ഒരേപോലെ കണ്ടുകൊണ്ട് നടന്ന് കാണണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കുവൈറ്റിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് നടക്കാൻ പറ്റുമോ ഒന്ന് അറിയുന്നവർ എനിക്കൊന്ന് ഇത് എഴുതി അറിയിക്കണേ. നമ്മുടെ കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്ര ദൂരം പോകണം, എത്ര കിലോമീറ്റർ നടക്കണം, പോകാൻ പറ്റുമോ, അതിന് എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതൊന്ന് കുറച്ചുകൂടി വിദ്യാഭ്യാസമുള്ളവരും കുറച്ച് ഇതുള്ള ആൾക്കാരും നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുമായിരിക്കും എനിക്ക് എന്തോ മെൻ്റലായിട്ട് വല്ലതും ഉണ്ടോയെന്ന്. ഇല്ല, എനിക്ക് മെൻ്റലല്ല. എനിക്ക് ഈ ലോകത്തിലെ എല്ലാവരിനെയും കാണണം, എല്ലാ ജാതിമതം എല്ലാവരിനെയും കാണണം, എല്ലാവരെയും സ്നേഹിക്കണം. നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല, നമ്മുടെ ശരീരം മാത്രം അങ്ങോട്ട് പോകും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഈ ലോകത്തിൽ ഇന്ന ആൾ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും പറയും. അത് നമ്മൾക്ക് അങ്ങനെ ഒരു ജന്മമുണ്ടെങ്കിൽ അത് കേൾക്കാനൊരു സുഖമല്ലേ, ഒരു സന്തോഷമല്ലേ? എല്ലാവരും ദയവ് ചെയ്ത് എല്ലാവരും ഇതിൻ്റെ അഭിപ്രായം ഒന്ന് എഴുതി അറിയിക്കണമെന്ന് ഞാൻ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. എനിക്ക് ഒന്ന് പറഞ്ഞു തരണം ഇതിനെക്കുറിച്ച്. എന്താണ് എൻ്റെ ഈ ഒരു ഇതിന് അഭിപ്രായം നിങ്ങളെല്ലാവരും എനിക്ക് എഴുതി അറിയിക്കണം. ഞാനത് കേട്ടിട്ട് എന്താണ് ഇതിൽ നിന്ന് എനിക്കറിയാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എല്ലാവരും എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം. ഓക്കെ, ബൈ.